ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. സുഖമാണോ എല്ലാവർക്കും? അപ്പം നമ്മൾ താജ് ഹോട്ടലും അതുപോലെ തന്നെ ഗേറ്റ് ഓഫ് ഇന്ത്യയൊക്കെ കണ്ടു. ഇനി നമ്മൾ പോകുന്നത് എലിഫൻ്റ് കേവ്സിലേക്കാണ് കേട്ടോ. അപ്പം മഹാരാഷ്ട്രയിലെ മുംബൈ തുറമുഖത്തിന് സമീപത്തുള്ള അറബിക്കടലിലെ ഒരു ദ്വീപ് ഗുഹാക്ഷേത്രമാണ് എലിഫൻ്റ് കേവ്സ്. ഈ ഗേറ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ബോട്ട് മാർഗം നമുക്ക് ഈ ഒരു ദ്വീപിൽ എത്തിപ്പെടാം. 10 കിലോമീറ്റർ നമ്മൾ ബോട്ടിൽ യാത്ര ചെയ്യേണ്ടതുണ്ട് കേട്ടോ. 1987 യുനെസ്കോ ലോക പൈതൃക സ്ഥാനങ്ങളിലൊന്നായിട്ട് എണ്ണിയ ഒരിടത്തേക്കാണ് പോകുന്നത് എന്ന് അറിയാതെയാണ് ഞങ്ങൾ ഈ പോകുന്നത്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഈ ഗേറ്റ് ഓഫ് ഇന്ത്യ വരെ മാത്രം പോകാനുള്ള ഒരു പ്ലാനിങ്ങേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരിക്ക് അവൾ വന്ന അന്ന് മുതലേക്ക് എലിഫൻ്റ് കേവ്സിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. ഞങ്ങളിത് ഗൂഗിൾ ചെയ്തില്ല, ഇതെങ്ങനെയാണ് എന്താണ് എന്നും ഞങ്ങൾ നോക്കാതെ അവിടെ പോയി കാണാം എന്നുള്ളൊരു ഇതിലാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. ഒരു ചിന്താഗതിയിലാണ് പോകുന്നത്. അപ്പോൾ ഈ ബോട്ടിൽ കയറി പോകണമെന്ന് തന്നെ ഞാൻ ഈ ബോട്ടിൽ കയറിയപ്പോഴാണ് മനസ്സിലാകുന്നത് 290 രൂപയാണ് ഇവിടുന്ന് അവിടെ ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. അവിടുന്ന് പിന്നീടും എൻട്രി പാസുകളും ഒക്കെ എടുക്കണം അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറി. ലൈഫ് ജാക്കറ്റ് ആരും തന്നെ ഇടുന്നില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാര്യം ഈ ഒന്ന് നന്നായിട്ട് ആസ്വദിക്കണം എന്നൊക്കെയുള്ളൊരു ചിന്തയുണ്ട്. പക്ഷേ പേടി കാരണം ചെറിയൊരു ഉൾക്കിടലം എന്നൊക്കെ പറഞ്ഞ പോലെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ഇതിൽ കണ്ടില്ലേ, നമ്മുടെ വെള്ളത്തിൽ നിറച്ചും വേസ്റ്റ് ഇങ്ങനെ ഒഴുകി കളിക്കാൻ കേട്ടോ. ആദ്യം ഞങ്ങൾ കുറേ നേരം പറഞ്ഞു ചിലപ്പോൾ കാറ്റും മഴയൊക്കെ ആയതുകൊണ്ട് നമ്മളെ അവർ അങ്ങോട്ടൊന്നും കൊണ്ടുപോകില്ലായിരിക്കും. എങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല ആക്ച്വലി. എന്നിട്ടാണ് ഈ വെള്ളത്തിൽ ഞങ്ങളിങ്ങനെ പറയുന്നത് ചിലപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ബോട്ടിലൊന്ന് കറക്കിയിട്ട് നമ്മൾ തിരിച്ച് അവിടെ തന്നെ കൊണ്ടുവിടും. കാര്യം മഴയാണ്, നന്നായിട്ട് കാറ്റ് വീശുന്നുണ്ട്, ബോട്ട് ഇങ്ങനെ ചാഞ്ഞ് ഒലയുന്നൊക്കെ ഉണ്ട്. കാര്യം 10 കിലോമീറ്റർ ഉള്ളെങ്കിൽ ബോട്ട് കുറച്ച് പതിയെ പോകുന്നത് കൊണ്ടാണ് കേട്ടോ നമുക്ക് അത്തരത്തിലുള്ള സംശയമൊക്കെ തോന്നിയത്. കാര്യം നമ്മളിവർ എത്തുന്നില്ലേ എന്നൊക്കെയുള്ളത്. പക്ഷേ അവിടെ എത്തിയിട്ടോ കുറച്ച് നേരം കൊണ്ട്. അപ്പോഴത്തേക്കും ആദ്യം ഞങ്ങൾ വിചാരിച്ച് ഈ യാത്ര നിൽക്കല്ലേന്നായിരുന്നു. പിന്നീടായപ്പോഴത്തേക്ക് ഈ കുന്തമൊന്ന് നിർത്തിയാൽ മതി എന്നായി. കാരണം വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ, എവിടെയെങ്കിലും കൊണ്ടുവന്ന് നിർത്തണേന്നായി. കാര്യം നമുക്കിങ്ങനെ ഛർദ്ദിക്കാനൊക്കെ വന്ന് തലയ്ക്കൊക്കെ ഇറങ്ങുന്ന പോലത്തെ ഒരു ഫീല്. പക്ഷെ ആരും പറയുന്നില്ല, എല്ലാവരും ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. നല്ല ഒരു നമുക്ക് കുറച്ച് ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ല പച്ചപ്പൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഞാൻ അതൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഇപ്പം നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഭയങ്കര സമാധാനമായിട്ടോ. ഇരുന്ന് ഇറങ്ങിയല്ലോ. ഏകദേശം 1.5 മണിക്കൂർ ഞങ്ങൾ ഈ ബോട്ടിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗത്ത്